ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂമല ഡാം കാണാനാണ് പോകുന്നത്. ഒരു ചെറുകിട ജലസേചന വിഭാഗമാണ് തൃശ്ശൂർ ജില്ലയിലെ പൂമല ഡാം. ഒരു എല്ലായിടത്തേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാം. ഒരു ബാക്കിലൊക്കെ കാടായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഈവനിങ് ഒക്കെ പോയിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചു ഓണത്തിന് തുടങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്നു, ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ വളരെ കുറവാണ് എന്നാണ് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. അവിടെ ഒരു ചെറിയ വെള്ളം, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെള്ളം ചാടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അടുത്ത് പോയി നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും കുറച്ച് വെള്ളമാണ്. വെള്ളം തുറന്നു വിടാത്തതുകൊണ്ട് വെള്ളം കുറവാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരുപാട് വെള്ളം വരികയാണെന്ന് വെച്ചെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ കുറേശ്ശെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഡാമിനെ കുറിച്ചുള്ള വിവരണങ്ങളായിട്ടുള്ള ഒരു ബോർഡും പിന്നെ മുന്നറിയിപ്പായിട്ടുള്ളൊരു ബോർഡും അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇറങ്ങരുത്, ശിക്ഷാർഹമാണ്, പിന്നെ നല്ല ആഴമുണ്ട്, അപകടം ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ട്. പിന്നെ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടെയാണ് അതുവരെ റോഡ്. ആ ഭാഗത്തായിട്ടാണ് ചെറിയൊരു കുട്ടികൾക്കുള്ള ഒരു പാർക്കും പിന്നെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടായിരുന്നത്. ആ സൈഡ് ഭാഗത്താണ്. അപ്പോൾ അങ്ങോട്ട് അതുവരെയും ഈ ഡാം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ കമ്പിയില്ലാത്ത ഭാഗത്ത് അവിടെ നോ എൻട്രി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ആരും അങ്ങോട്ട് കടക്കരുത്, അവിടേക്ക് ആഴമുണ്ട്, അപകടമുണ്ട് എന്ന്. പിന്നെ നമുക്കിടെ ഒരു പ്രത്യേകത, ആഴമുണ്ട്, കടക്കരുത് എന്ന് പറയുന്നിടത്ത് കടക്കുന്നതാണല്ലോ നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അപകടമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്, അതാണ് ഇപ്പോൾ ഇല്ലാത്തത്. അതുകൊണ്ട് ആൾക്കാരും കുറവാണ്. ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് ഉള്ളത്. അവിടെ ഇപ്പോൾ പണികൾ നടക്കുന്നത്, പൂമല നെഹ്റു പാർക്ക് പണികൾ നടക്കുന്നത് കാരണം ടാർപ്പായം കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഇവിടെയും
നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപകടമാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, പിഴ ഈടാക്കും, അങ്ങനെയൊക്കെ കുറച്ച് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ വന്ന് ഈവനിങ് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ആൾക്കാരില്ല. അങ്ങോട്ട് മറ്റേ കുട്ടികളുടെ പാർക്കിൻ്റെ ഭാഗത്ത് കുറേ ഇരിക്കാനുള്ള ബെഞ്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.